അത് നിങ്ങൾ ഇവിടുത്തെ കാട് കൊണ്ട് എന്നെക്കാളും പൊക്കത്തിലുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ സമയത്ത് തന്നെ തെളിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒരു 4 മാസം വരെ 5 മാസം വരെ നമുക്ക് ഇതിൽ കാട് തെളിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഫലവത്താവും. ഇത് ഏകദേശം 1 ഏക്കറോളമുള്ള സ്ഥലമാണ്. അപ്പം അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് തന്നെയാണ് ചെയ്തത്. കാരണം ഇത് വേറെ കൃഷിയൊന്നും ചെയ്യുന്ന സ്ഥലമല്ല. അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് മുടക്കി എല്ലാ പ്രാവശ്യവും അവർക്ക് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു വേനൽ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. മെഷീൻ ചെറിയൊരു പമ്മല, വേറൊന്നുമല്ല, അതിൻ്റെ എയർ ഫിൽറ്റർ നിറച്ച് പൊടിയായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് തട്ടിത്തൂത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ പുറമേ ഒരു സ്പോഞ്ച് വരുന്നുണ്ട്. ഈ സ്പോഞ്ചിനകത്ത് പൊടി നല്ല രീതിക്ക് കയറിയിരിപ്പുണ്ട്. നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അടവ് മാറിക്കിട്ടും. ഇത് പെട്രോള്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് വീടിൻ്റെ അടുത്താണ്. കാരണം എന്താ പറയുക, വീടിൻ്റെ അടുത്ത് കുറച്ച് ഏരിയ ഇങ്ങനെ മോശമായിട്ട് അങ്ങനെ ഒരുപാട് കാടായിട്ട് കിടക്കുന്നു. അതൊന്ന് ക്ലിയർ ചെയ്ത് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ചേന വേണ്ടേ, ഈ ഞാൻ ഇത് പുല്ലടിക്കുന്ന സ്ഥലത്തുനിന്ന് ചേന കിളച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ചേനയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. ഇതുപോലെ നാടൻ ചേന ഒരു വളവും ചെയ്യാത്ത ഒരിടത്തും കിട്ടത്തില്ല. അടിപൊളി ചേന, സൂപ്പർ ചേന. 5 പീസ് ചേനയുണ്ട്. പറ്റിയ മണ്ണ് കേട്ട് ഒരു ചെയ്യാതെയാണ് വലിയ ചേന. ഒരു 3 കിലോ 3 കിലോ കൂടി വലിയ ചേന. ഇതേ 15, 20, 25, 30 കിലോ ചേനയുണ്ട്. ഇത് ഒന്നും ചെയ്യാത്ത ചേനയാണ്. ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് വർക്ക് ചെയ്തൊരു തോട്ടമാണ്, എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. അപ്പം അത് ആദ്യം കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. പക്ഷേ ഇപ്പം അടിച്ചിട്ട പുല്ലുകളെല്ലാം കരിഞ്ഞിട്ടുണ്ട്. ആ തോട്ടത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്താണെന്ന് നോക്കിയാൽ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ ആദ്യം കാണിച്ച് എത്രത്തോളമാണ് കാടെന്ന്. അത് വെട്ടിതേണ്ട ഈ ഒരു രീതിക്ക് പറമ്പിൻ്റെ എല്ലാ സൈഡും കാണത്തക്ക രീതിയിൽ തറ ലെവൽ വരെ നമ്മൾ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. സേഫായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കട്ടായി മാറിയതാണ്. വേറെ വലിയ സീനുള്ള മരങ്ങളൊന്നുമില്ല. കത്തിക്കുന്നെങ്കിൽ പതുക്കെ ചെറിയ രീതിയിൽ കത്തിച്ച് കൊടുത്താൽ മൊത്തം കത്തി റെഡിയാവും. പിന്നെ ഡേഞ്ചർ അവസ്ഥയാണെങ്കിൽ കത്തിക്കാൻ നിൽക്കരുത്, അതിലൊക്കത്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇത് വേറെ ആരുടെയും വേറെ ആരുടെയും സ്ഥലം വീടൊന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാൽ അപ്പോൾ രണ്ടൊക്കെ ഒരു വെള്ളമൊക്കെ കൊണ്ടുവച്ച് കത്തിച്ച് കഴിഞ്ഞാൽ കത്തി നല്ല ക്ലിയറായി കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇന്ന് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഒരു പ്ലോട്ട് കാണിച്ചായിരുന്നല്ലോ, ഞാൻ ആദ്യം ചെയ്തത്. അത് ഒരാഴ്ച കഴിഞ്ഞ സ്ഥലമാണ്. അതിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ തന്നെ ഇരിക്കും ഇതും. ഇതിനി 2 ദിവസം കഴിയുമ്പം കുറച്ച് നല്ല ഭംഗിയാവും. കാരണം ഇതൊന്നും കാണാൻ പറ്റാത്ത എല്ലാം കരിയിലായിപ്പോവും. അപ്പോൾ നമുക്ക് ആ തോട്ടത്തിൻ്റെ അടിവശം ഗ്രൗണ്ട് ലെവൽ നല്ലപോലെ കാണാം.